ഹായ്. ഇന്ന് നമ്മൾ ജെമിനി CLI എന്ന ടെർമിനൽ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻറ്റ് എങ്ങനെ നോ കോഡിംഗ് യൂസ് കേസസിന് വേണ്ടി, അതായത് നമ്മുടെ കോഡിംഗ് ആവശ്യത്തിനോ ഡെവലപ്മെൻറ്റ് ആവശ്യത്തിനോ അല്ലാതെ സാധാരണക്കാർക്ക് എങ്ങനെ അവരുടെ കോഡിംഗ് അല്ലാത്ത ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിലെ ടൂൾസ് എന്താണെന്ന് നോക്കാം. സോ എന്ത് ചെയ്യാം, ജസ്റ്റ് ടെർമിനൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. സോ ടെർമിനൽ എന്ന് വിൻഡോസിൽ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെർമിനൽ ഓപ്പൺ ചെയ്ത് വരും. ഇറ്റ് ഈസ് എസെൻഷ്യലി വിൻഡോസ് പവർഷൻ. സോ ജെമിനി നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ജെമിനി നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ലിങ്കിൽ തരാം. സോ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയ ജെമിനി നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജെമിനി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിനു മുമ്പ് സ്പെസിഫിക് ആയ ഫോൾഡറിലേക്ക്, ഏത് ഫോൾഡർ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ ഏത് ഫോൾഡറിലാണ് നമുക്ക് ജെമിനി ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. സോ അതിനുവേണ്ടി കുറച്ച് ടെർമിനൽ കമാൻഡ്സ് ഉണ്ട്. സോ ഓൾറെഡി CD നമുക്ക് ഏത് ഫോൾഡറിലേക്കാണ്, ഏത് ഡയറക്ടറിയിലേക്കാണ് പോകേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഡയറക്ടറിയിലേക്ക് പോകും. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ CD ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന ഫോൾഡറിലേക്ക് പോയി. ഇനി ഡെസ്ക്ടോപ്പിൽ ഏതൊക്കെ ഫോൾഡർ ഉണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ LS എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ജെമിനി CLI അല്ലെങ്കിൽ ജെമിനി CLI 2 എന്ന ഫോൾഡർ ഞാൻ ഇതിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, CD ജെമിനി CLI എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ജെമിനി CLI എന്ന ഫോൾഡറിലേക്ക് ഈ ഒരു ടെർമിനൽ വിൻഡോ പോയതായിട്ട് കാണാൻ കഴിയും. ആ ഒരു ഫോൾഡറിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെമിനി ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്താ ചെയ്യുന്നത്, അവിടെ ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ജെമിനി AI ഏജൻറ്റ്, അതായത് നമ്മുടെ ടെർമിനൽ ബേസ്ഡ് ആയിട്ടുള്ള AI ഏജൻറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ എന്തായി, ജെമിനി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ ജെമിനി ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഒന്നാമത്തെ കാര്യം, ഏതൊക്കെ ടൂൾസ് ജെമിനിയിൽ അവൈലബിൾ ആണ് നമുക്കറിയണം. ഒരു AI ഏജൻറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ടെർമിനൽ ബേസ്ഡ് ആയിക്കോട്ടെ, ഇനി ബ്രൗസർ ബേസ്ഡ് ആയിക്കോട്ടെ, ഇനിയല്ല നമ്മുടെ വോൾ സിസ്റ്റം ബേസ്ഡോ, അങ്ങനെ പല സോഫ്റ്റ്വെയറിനുള്ളിലും AI ഏജൻസ് ഉണ്ടാവും. സോ അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നത് യൂസ് ചെയ്യാമെന്ന് നമുക്കറിയണമെങ്കിൽ അതിലേതൊക്കെ ടൂൾസ് അവൈലബിൾ ആണ് നമുക്കറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ടൂൾസ് അവൈലബിൾ ആണ് എന്നറിയണമെങ്കിൽ നമ്മൾ /tools എന്ന് അടിച്ചാൽ മതി. അപ്പം ഈ ഒരു ഏജൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ്, ഒന്നാമത്തെ കാര്യം എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ഫോൾഡേഴ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇനി ഫൈൻഡ് ഫയൽസ്, നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഏതെങ്കിലും ഫയൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഗൂഗിൾ സെർച്ച് എന്ന ടൂൾ ഒബ്വിയസ്ലി ഉണ്ട്. അതേപോലെ റീഡ് ഫയൽ, ഏതെങ്കിലും ഫയലിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്യാൻ പറ്റും. റീഡ് ഫോൾഡർ, അതായത് ഫോൾഡറിനുള്ളിൽ ഏതൊക്കെ കണ്ടന്റ്സ് ഉണ്ട്, ഏതൊക്കെ ഫയൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഇനിയും ഫോൾഡറിനുള്ളിൽ സബ് ഫോൾഡേഴ്സ് എത്രയൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കാൻ പറ്റും. ഇനി റീഡ് മെനി ഫയൽസ്, ഒരുപാട് ഫയൽസ് ഒന്നിച്ച് വായിക്കാൻ പറ്റും. മെമ്മറി സേവ് ചെയ്യാൻ പറ്റും. ഇനി ടെക്സ്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഷെൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി മാനുവലായിട്ട് ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഷെൽ കമാൻഡ്സ് യൂസ് ചെയ്യുമായിരുന്നു. സോ ഷെൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ജെമിനി CLI ടൂളിന് പറ്റും. അതുപോലെ വെബ് ഫെച്ച്, ഏതെങ്കിലും URL കൊടുത്താൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ URLs കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലെ കണ്ടന്റ് സ്ക്രേപ്പ് ചെയ്ത് ഫെച്ച് ചെയ്ത് നമുക്ക് റെസ്പോൺസ് തരാൻ പറ്റും. ഇനി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ റൈറ്റ് ഫയൽ എന്ന ടൂളും ഉണ്ട്. സോ ഇതിൽ കുറച്ച് ടൂൾസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഫയൽസ് എന്നൊരു, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മൾ ഈ പറഞ്ഞ ഫോൾഡറിനുള്ള ഒരുപാട് സബ് ഫോൾഡേഴ്സും ഫയൽസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫയൽ നമുക്ക് തപ്പി കണ്ടുപിടിച്ച് തരണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരണമെങ്കിൽ നമുക്ക് ഫൈൻഡ് ഫയൽസ് എന്ന ടൂൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ഹെൽപ്പ് മീ ഫൈൻഡ് എ ഫയൽ നെയിംഡ്, ഏത് പേരായപ്പോഴും ഞാൻ ആ ഒറിജിനലി ജെമിനി CLI എന്ന ഫോൾഡറാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഡെസ്ക്ടോപ്പിൽ. സോ ഇതിൽ ഒരുപാട് ഫോൾഡേഴ്സും ഫയൽസ് ഒക്കെ ഉണ്ട്. സോ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓ AI ഇൻ ഇന്ത്യൻ നെറ്റ്ടെക് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. സോ ഞാൻ ആ ഒരു ഡോക്യുമെൻ്റ് ഉപയോഗിക്കാൻ പറയുകയാണ്. എ ഫയൽ നെയിംഡ് AI ഇൻ ഇന്ത്യൻ നെറ്റ്ടെക്. സോ എന്ത് ചെയ്യും, ജെമിനി CLI ഈ ഫോൾഡറിനുള്ളിൽ അങ്ങനെ എക്സാക്റ്റ് ആ പേര് തന്നെ ഉള്ള ഡോക്യുമെൻറ്റോ, അല്ലെങ്കിൽ അതേപോലെ പേരുള്ള ഡോക്യുമെൻറ്റോ കണ്ടുപിടിക്കും. സോ സെക്കൻഡ്സിനുള്ളിൽ എന്താ, ഐ ഫൗണ്ട് എ ഫയൽ നെയിംഡ് AI ഇൻ ഇന്ത്യൻ ഡോക്യുമെൻറ്റ് എന്ന സാധനം കിട്ടി. ഓക്കെ. സോ ഫയൽസ് കണ്ടുപിടിക്കാൻ ഫൈൻഡ് ഫയൽസ് എന്ന ടൂൾസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഫയൽ കണ്ടുപിടിക്കാൻ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയലിൻ്റെ കണ്ടൻസ് റീഡ് ചെയ്യാൻ പറ്റും. സോ റീഡ് ദ കണ്ടൻസ് ഇൻ ദാറ്റ് ഫയൽ ആൻഡ് ഗിവ് മീ എ സമ്മറി. സോ എന്ത് ചെയ്യും, റീഡ് ഫയൽ എന്ന ടൂൾ ഇവിടെ ജെമിനി ഏജൻറ്റ്, അല്ലെങ്കിൽ ജെമിനി CLI ഏജൻറ്റ് ഉപയോഗിക്കും. സോ ആ കണ്ടൻസിനുള്ള റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി റെസ്പോൺസ് തരേണ്ടതാണ്. ബട്ട് ഹിയർ വി ആർ സീയിങ് ദാറ്റ് ഐ എം സോറി ബട്ട് ഐ കനോട്ട് റീഡ് ദ കണ്ടൻസ് ഓഫ് എ ഡോക് ഫയൽ. ഓക്കെ, ഡോക് ഫയൽ റീഡ് ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റുള്ളൂ, ടെക്സ്റ്റ് ഫയലോ അല്ലെങ്കിൽ PDF റീഡ് ചെയ്യാൻ പറ്റും. അതതിൻ്റെ ഒരു എന്താണ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ വി ആർ ഗോയിങ് ഫോർ എ PDF ഫയൽ.
സോ ഇതിനുള്ളിൽ PDF ഫയലുണ്ട്. ഓക്കെ. ജുവൽ സിറിയക് ഫിസിക്സ് റൗണ്ട് 1. ഓക്കെ. അങ്ങനത്തെ ഒരു ഫയലുണ്ട്. സോ ഓക്കെ. നൗ റീഡ് ദ കണ്ടൻസ് ഓഫ് ജുവൽ സിറിയക് ഫിസിക്സ് റൗണ്ട് 1. അങ്ങനത്തെ ഒരു PDF ഉണ്ട്. അതിലത്തെ കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജെമിനി ഏജന്റിനോട് അല്ലെങ്കിൽ AI ഏജന്റിനോട് പറയുന്നു. സോ യു ക്യാൻ സി റീഡ് ഫയൽ എന്ന ടൂൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇത് ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യുന്നു? ആ ഒരു ഫയൽ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അതിലത്തെ കണ്ടൻസ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് തരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂളാണ് അല്ലെങ്കിൽ റീഡ് മൾട്ടിപ്പിൾ ഫയൽസ്. അതായത് മൾട്ടിപ്പിൾ ഫയൽസ് റീഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വെയിറ്റ് എ മിനിറ്റ്, സ്ക്രോൾ ചെയ്യട്ടെ. ഫോർ എക്സാമ്പിൾ ഇതാണ് ഈ ഫയലത്തെ കണ്ടന്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, റീഡ് ഓൾ PDF ഫയൽസ് ഇൻ ദിസ് ഫോൾഡർ ആൻഡ് ഗിവ് മീ ആൻ ഓവർവ്യൂ. മുഴുവൻ PDF ഫയൽസ് വായിച്ചിട്ട് ഒരു ഓവർവ്യൂ തരാൻ പറയുകയാണ്. സോ എന്ത് ചെയ്യും? റീഡ് മൾട്ടിപ്പിൾ ഫയൽസ് റീഡ് ചെയ്യാനുള്ള ജെമിനി ടൂൾ അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. 3 PDF ഫയൽ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ലൊക്കേഷൻ പിൻ പോയിന്റ് ശേഷം ആ ഫയൽസ് റീഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഈസ് യൂസ്ഫുൾ ഇൻ സോ മെനി കേസസ്. ഇത് നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കോഡിംഗ് അറിയേണ്ട, ഡെവലപ്മെൻറ്റ് അറിയേണ്ട, നമ്മൾ ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഒരു ഫയൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് സെർച്ച് ബാറിൻ്റെ അൽഗോരിതത്തിന് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സോ എക്സാക്റ്റ് ഫയൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫയലിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ പേരെന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ എന്ത് ചെയ്യും? ആ ഒരു മാച്ചിങ് വെച്ചിട്ട് ഇൻ്റലിജൻസ് ഉപയോഗിച്ചത് കണ്ടുപിടിച്ച് തരും. ഇനി ഒരു ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടു വേർഡ് ഫയൽ റീഡ് ചെയ്യാൻ പറ്റില്ല. PDF അല്ലെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫയലുകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് റീഡ് ചെയ്ത് അതിൻ്റെ കണ്ടന്റ് എക്സ്ട്രാക്ട് ചെയ്യാനും സമറൈസ് ചെയ്യാനും ഇനി അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ജെമിനി CLI കൊണ്ട് പറ്റും. ഇനി അടുത്ത കാര്യം എന്താ? മൾട്ടിപ്പിൾ ഫയൽസ് റീഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് PDF ഫയൽസോ അല്ലെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ബേസ്ഡ് ഫയൽസോ ഉണ്ടെങ്കിൽ അതൊക്കെ റീഡ് ചെയ്ത് ഒരു സമ്മറി തരാനും അല്ലെങ്കിൽ വാട്ട് എവർ ദ തിങ് വി വാണ്ട് ടു ഡു ഇൻ അവർ വർക്ക് അത് ചെയ്യാനും ജെമിനി CLI കൊണ്ട് പറ്റും. സോ ഇത് ആദ്യത്തെ 2-3 ടൂൾസാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയുള്ള കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസും അതിൻ്റെ യൂസ് കേസസും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.